വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലയോ മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം മലയാളിക്ക് പരിചയപ്പെടുത്തുന്നത്. മാർപ്പാപ്പ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഓരോ ആഴ്ചയിലും ഒരു ദിവസം തന്നെ പല പ്രസംഗങ്ങൾ നടത്തേണ്ടതായി വരും. ഞാൻ അവയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഏതാനും പ്രസംഗങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അടുത്ത കാലത്തെങ്ങും ഞാൻ മെത്രാന്മാരെ പറ്റി മാർപ്പാപ്പ പറഞ്ഞ പ്രസംഗങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല. ഇന്ന് നിങ്ങളുമായി ഞാൻ മാർപ്പാപ്പ മെത്രാന്മാരുടെ ദൗത്യത്തിൻ്റെ ചില വശങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രസംഗമാണ് അവതരിപ്പിക്കുന്നത്. ഏറെക്കുറെ ഏതാനും മാസങ്ങളായി മാർപ്പാപ്പ ഈ പ്രസംഗം പറഞ്ഞിട്ട്. നമുക്ക് ചിന്തിക്കാം, പ്രത്യാശയെ പറ്റിയുള്ളൊരു ചിന്തയുടെ പശ്ചാത്തലത്തിലാണ് മാർപ്പാപ്പ അവിടെ ഒന്നിച്ചുകൂടിയ മെത്രാന്മാരോട്, തൻ്റെ ശുശ്രൂഷകരാണ് മെത്രാന്മാർ, അപ്പസ്തോല സംഘത്തിൻ്റെ കൂട്ടായ്മയിലാണ് പത്രോസും നമുക്കറിയാം മറ്റ് ശിഷ്യന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരും പ്രവർത്തിക്കുന്നത്. മെത്രാന്മാരുടെ തിരുസംഘം എന്നതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. കൂട്ടായ്മ മാർപ്പാപ്പയോട് ചേർന്ന്, പത്രോസിനോട് ചേർന്ന് നിൽക്കുന്നത് പോലെയാണ്. സഭയുടെ ദീപസ്തംഭങ്ങളായിട്ടാണ് അവരെ കണക്കാക്കുന്നത്. വ്യത്യസ്ത സ്വഭാവമുണ്ടായിരുന്ന വ്യക്തികളാണെങ്കിലും അവരെ ഐക്യത്തിൽ നിന്നുകൊണ്ട്, ഈശോയോടുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ട് സഭയെ പടുത്തുയർത്താൻ ജീവൻ പോലും അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരെക്കുറിച്ചുള്ള മാർപ്പാപ്പയുടെ ഒരു ചിന്ത നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. മെത്രാന്മാർക്ക് അത് ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ സഹായിക്കും. വിശ്വാസികളായ നമുക്ക് മെത്രാന്മാരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് മാർപ്പാപ്പ നൽകുന്ന ഒരു പരിപ്രേക്ഷ്യം മനസ്സിലാക്കാനും ഇടയാക്കും. മാർപ്പാപ്പ അവരെ അഭിസംബോധന ചെയ്തു: പ്രിയ സ്നേഹിതരെ, ദൈവത്തിൽ ഉറപ്പിക്കപ്പെട്ടതും സഭയുടെ സേവനത്തിനായി പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടതുമായ ഒരു ജീവിതത്തിൻ്റെ മാതൃകയിലൂടെ ഒരു മെത്രാൻ എല്ലാവർക്കും പ്രത്യാശയുടെ വലിയ സാക്ഷിയാണ് എന്ന് മാർപ്പാപ്പ ആമുഖമായി പറഞ്ഞു. നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടത്. ദൈവത്തിൽ ഉറപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ് മെത്രാൻ നടത്തേണ്ടത്. സഭയുടെ സേവനത്തിനായി പൂർണ്ണമായും സമർപ്പിതനാണ് അദ്ദേഹം. അതുകൊണ്ട് ആ രണ്ട് കാര്യങ്ങൾക്കുള്ള ഒരു സാക്ഷ്യമാണ് മെത്രാനിൽ നിന്ന് ഏറ്റവും പ്രധാനമായി പ്രതീക്ഷിക്കുന്നത് എന്നതാണ്. വ്യക്തി ജീവിതത്തിലും അപ്പസ്തോലിക ശുശ്രൂഷയിലും ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്നുവെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണിത്. നമുക്കറിയാം, വ്യക്തിപരമായും അതോടൊപ്പം തന്നെ അപ്പസ്തോലിക ശുശ്രൂഷയിലും കർത്താവ് ഏതൊക്കെ രീതിയിലാണോ പ്രവർത്തിച്ചത്, എന്തൊക്കെയാണോ ചെയ്തത്, അതിനോട് അനുരൂപപ്പെടുമ്പോഴാണ് ഈ ദൗത്യം പൂർണ്ണമായി നിർവഹിക്കാൻ മെത്രാന്മാർക്ക് സാധിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് മെത്രാൻ്റെ ചിന്താരീതിയെയും വികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും രൂപപ്പെടുത്തും. ആത്മാവിനാൽ രൂപപ്പെടുത്താൻ വിട്ടുകൊടുക്കേണ്ടവനാണ് ഏറ്റവും കൂടുതലായി മെത്രാന്മാർ എന്ന ഒരു ചിന്തയാണ് അത് അവതരിപ്പിക്കുന്നത്. നമുക്ക് അതുകൊണ്ട് ഈ സാക്ഷ്യത്തിൻ്റെ, ഈ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ചില വശങ്ങൾ പരിശോധിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ ഈ കാര്യങ്ങൾ തൻ്റെ ഈ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. ഒന്നാമതായി മാർപ്പാപ്പ പറയുന്ന കാര്യം, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന രൂപതയെ, അതിനെ പ്രാദേശിക സഭ എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. വ്യക്തിസഭയെന്നും ഔദ്യോഗിക രേഖകളിൽ അത് പറയപ്പെടുന്നുണ്ട്. ഒരു രൂപത ഒരു സഭയുടെ പൂർണ്ണ രൂപമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ രൂപതയുടെ
ഐക്യത്തിൻ്റെ കാണപ്പെടുന്ന ആധാരമാണ് മെത്രാൻ. ഐക്യം, അദ്ദേഹത്തിലാണ് സഭ ഐക്യപ്പെട്ടിരിക്കുന്നത്. ആഗോള സഭ മാർപ്പാപ്പയിൽ കേന്ദ്രീകൃതമായി ഒന്നിച്ചു നിൽക്കുന്നത് പോലെ, ഒന്നായിരിക്കുന്നത് പോലെ, രൂപതയെ ഒന്നാക്കുന്ന, ഒരു പ്രാദേശിക സഭയെ ഒന്നാക്കുന്നത് ആളാണ് മെത്രാൻ. സഭയുടെ വളർച്ചയ്ക്കും സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനുമായി നൽകപ്പെടുന്ന വൈവിധ്യമാർന്ന ദാനങ്ങളും ശുശ്രൂഷകളും പരിപോഷിപ്പിച്ചുകൊണ്ട് അംഗങ്ങളോടും സാർവത്രിക സഭയോടും കൂട്ടായ്മ കെട്ടിപ്പടുക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ, മെത്രാൻ്റെ കടമയാണ്. ഞാൻ ഒന്നുകൂടി അത് വിശദമാക്കാം. നമ്മൾ നോക്കണം, സഭയുടെ വളർച്ചയ്ക്കും സുവിശേഷത്തിൻ്റെ വ്യാപനവുമായി അതിനെ പരിപോഷിപ്പിക്കുക എന്നതാണ് മെത്രാൻ ചെയ്യേണ്ടത്. അത് ചെയ്തുകൊണ്ട് അംഗങ്ങളോടും ഓരോ വിശ്വാസിയോടും അതുപോലെ തന്നെ സാർവത്രിക സഭയോടും കൂട്ടായ്മ കെട്ടിപ്പടുക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ കടമയാണ്. അപ്പം കൂട്ടായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദം. സഭയെപ്പറ്റി ഇന്ന് ചർച്ച ചെയ്യുന്ന അവസരങ്ങളിലെല്ലാം ഊന്നൽ കൊടുക്കുന്ന പദം കൂട്ടായ്മയാണ്. സഭ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ നിദാനമായി, ആധാരമായി നിൽക്കുന്നത് മെത്രാനാണ് ഒരു രൂപതയെ സംബന്ധിച്ചിടത്തോളം എന്നതാണ് പ്രധാനം. അപ്പോൾ അത് ഓർക്കണം. തൻ്റെ എല്ലാ ദൗത്യത്തിലെയും എന്ന പോലെ ഈ സേവനത്തിൽ തൻ്റെ മെത്രാഭിഷേക വേളയിൽ ചൊരിയപ്പെട്ട പ്രത്യേക ദൈവിക കൃപ മെത്രാൻ കണക്കിലെടുക്കണം. ഇതിനു വേണ്ടിയുള്ള കൃപയാണ് അദ്ദേഹത്തെ മെത്രാനായി അഭിഷേകം ചെയ്യുമ്പോൾ നൽകപ്പെടുന്നത്. എത്ര ബലഹീനനാണെങ്കിലും ദൈവം ചൊരിയുന്ന ഒരു കൃപയിലാണ് അത് നിൽക്കുന്നത് എന്നത് നമ്മൾ മറക്കരുത്. ഈ കൃപ അദ്ദേഹത്തെ വിശ്വാസത്തിൻ്റെ അധ്യാപകൻ, വിശുദ്ധീകരണത്തിൻ്റെ ശുശ്രൂഷകൻ, ആത്മീയ നേതാവ് എന്നീ നിലകളിൽ നിലനിർത്തുന്നു. അതിൽ ചെയ്യാനാണ്, ഈ 3 കാര്യങ്ങൾ ചെയ്യാനാണ്. ഒന്ന്, വിശ്വാസത്തിൻ്റെ അധ്യാപകൻ, വിശ്വാസം സംരക്ഷിക്കാനും അത് പഠിപ്പിക്കാനും ചുമതലപ്പെട്ടവനാണ് മെത്രാൻ. വിശുദ്ധീകരണത്തിൻ്റെ ശുശ്രൂഷകനാണ്, അദ്ദേഹമാണ് മുഖ്യ ശുശ്രൂഷകൻ ആ രംഗത്ത്. അതുപോലെ തന്നെ ആത്മീയ നേതാവാണ് അദ്ദേഹം. ഇത് ദൈവരാജ്യത്തോടും ആത്മാക്കളുടെ നിത്യരക്ഷയോടും ചരിത്രത്തിൻ്റെ പരിവർത്തനത്തോടുള്ള പ്രതിജ്ഞാബദ്ധത സുവിശേഷ ശക്തിയാൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. അതാണ് അത് ചെയ്യുന്നത്. ദൈവരാജ്യത്തോട് ബന്ധപ്പെടുത്തിയാണ് അത് നമ്മൾ കാണുന്നത്, ആത്മാക്കളുടെ നിത്യരക്ഷയോട് ബന്ധപ്പെട്ട്. അപ്പോൾ മെത്രാൻ ആ ഒരു കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് എന്ന് മാർപ്പാപ്പ സൂചിപ്പിക്കുകയാണ്. മെത്രാൻ്റെ ജീവിത മാതൃകയായ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ അവൻ എപ്പോഴും മാതൃകയായി നിൽക്കുന്നത് ക്രിസ്തുവാണ്, ഈശോയാണ്. അതിൻ്റെ വെളിച്ചത്തിൽ വീണ്ടും ഞാൻ പരിഗണിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ വശത്തെപ്പറ്റി മാർപ്പാപ്പ പറയുകയാണ്. ഒന്ന്, ഐക്യത്തിൻ്റെ ആളാണ്. ഇവിടെ രണ്ടാമത്തെ വശം ഇങ്ങനെ വിവരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ പറയുന്ന ഇതാണ്: മെത്രാൻ ദൈവശാസ്ത്രപരമായ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനാണ്. ദൈവശാസ്ത്രപരമായ എന്ന് പറഞ്ഞാൽ തിയോളജി എന്ന അർത്ഥത്തിനപ്പുറത്ത് ദൈവവുമായുള്ളൊരു ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജീവിക്കുന്നവൻ എന്ന രീതിയിലാണ് അതിൻ്റെ അർത്ഥം. ആ ജീവിതം നയിക്കുന്നവനാണ്. ഒറ്റ വാക്കിൽ അദ്ദേഹം വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവ കൊണ്ട് തന്നെ തന്നെ നിറയ്ക്കുകയും ദൈനംദിന ജീവിതത്തിലെ വിവിധ സാഹചര്യങ്ങൾക്കും വെല്ലുവിളികൾക്കുമിടയിൽ അതിൻ്റെ ജ്വാല തെളിയിക്കുകയും ചെയ്യുന്ന, പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശങ്ങളെ പൂർണ്ണമായും അനുസരിക്കുന്ന വ്യക്തിയാണ് മെത്രാൻ. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളോടുള്ള തുറവി ഒരു മെത്രാൻ ഏറ്റവും അത്യാവശ്യമാണ്. 3 ദൈവിക പുണ്യങ്ങൾ, ദൈവശാസ്ത്രപരമായ ഒരു വശം, ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതം എന്ന് പറയുമ്പോൾ വിശ്വാസവും പ്രത്യാശയും ഉപവിയുമാണ്, സ്നേഹവുമാണ്. അതിൽ ഏറ്റവും ഉയർന്നു നിൽക്കാൻ മെത്രാൻ കടപ്പെട്ടിരിക്കുന്നു. അതാണ് മാർപ്പാപ്പ പറയുന്നത്. മെത്രാൻ അതിനാൽ വിശ്വാസത്തിൻ്റെ ഒരു മനുഷ്യനാണ്, വിശ്വസിക്കുന്നവൻ.
അതാണ് ദൈവത്തിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുന്നവൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവൻ, ഈശോയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നവൻ, ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവൻ. ഇതാണ് മൗലികമായ കാര്യം. ഗബ്രയക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, അവിടെ എഴുതിയിരിക്കുന്ന കാര്യം മാർപ്പാപ്പ പറയുകയാണ്. ഗബ്രയക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു മനോഹരമായ വിശദീകരണമാണല്ലോ അവിടെയുള്ളത്. ഇവിടെ ആബേലിൽ നിന്ന് തുടങ്ങി വിശ്വാസ സാക്ഷ്യത്തിൻ്റെ മുഴുവൻ വംശാവലിയും അവിടെ എബ്രായ രചയിതാവ് അവതരിപ്പിക്കുന്നുണ്ട്, വരച്ചു കാട്ടുകയാണ്. ജനത്തെ വാഗ്ദാന ദേശത്തേക്ക് നയിക്കാൻ ദൈവം വിളിച്ച മോശയെക്കുറിച്ച് പ്രത്യേകം മാർപ്പാപ്പ ചിന്തിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ആദ്യ അദൃശ്യനായ ദൈവത്തെ ദർശിച്ചാൽ എന്നതുപോലെ അവൻ സഹിച്ചു നിന്ന് എന്ന് അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. മോശയെക്കുറിച്ചാണ്. എങ്ങനെയാണ്? അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ അവൻ സഹിച്ചു നിന്നു. ഇവിടെ നമുക്ക് വിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ മഹത്തായ ചിത്രീകരണം കാണാം. ദൈവകൃപയാൽ മുന്നോട്ട് നോക്കുകയും ലക്ഷ്യത്തെ നോക്കുകയും പരീക്ഷണ സമയങ്ങളിൽ സ്ഥിരോത്സാഹം പുലർത്തുകയും ചെയ്യുന്ന ഒരാളാണ് മോശ. അതുപോലെ തന്നെ ആയിരിക്കണം മെത്രാൻ എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ജനങ്ങൾക്ക് വേണ്ടി മോശ മാധ്യസ്ഥ്യം വഹിച്ചതുപോലെ എല്ലാ സമയങ്ങളെക്കുറിച്ചും ചിന്തിക്കണം. അങ്ങനെ അദ്ദേഹം വഹിച്ച മധ്യസ്ഥത നമ്മൾ കാണും. ഈ അധ്യായത്തിൽ, പഴയ നിയമത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ മെത്രാൻ തൻ്റെ സഭയിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്നു എന്ന കാര്യമാണ് മാർപ്പാപ്പ എടുത്തു പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വിശ്വാസത്തിൻ്റെ ജ്വാല സജീവമായി സൂക്ഷിക്കുന്നുണ്ട്. അതാണ് മെത്രാൻ എപ്പോഴും ബോധവാനായിരിക്കേണ്ട കാര്യം. മറ്റു കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോഴും മൗലികമായ കാര്യം ഇതാണ് എന്ന് ലയോ മാർപ്പാപ്പ മെത്രാന്മാരോട് പറയുകയാണ്. ഇനിയും മെത്രാൻ പ്രത്യാശയുടെ മനുഷ്യനാണ്, വിശ്വാസത്തിൻ്റെ മനുഷ്യനാണ്, അതിനകത്ത് വരുന്നതാണ് പ്രത്യാശയുടെ മനുഷ്യനാണ്. എന്നാൽ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണല്ലോ. എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വചനം തുടങ്ങുന്നത് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടാണ്. പ്രത്യേകിച്ച് ആളുകളുടെ ജീവിതത്തിലെ പ്രയാസകരമായ നിമിഷങ്ങളിൽ അവർ നിരാശരാകാതിരിക്കാൻ ഈ ദൈവിക പുണ്യത്താൽ അവരെ സഹായിക്കുന്നു. പ്രത്യാശയാണ് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അവിടെ മെത്രാൻ പ്രത്യാശയുടെ മനുഷ്യനായിരിക്കണം, വീണുപോകുന്നവനാകരുത്. വെറും വാക്കുകൾ കൊണ്ട് മാത്രമല്ല, തൻ്റെ സാമീപ്യത്തിലൂടെ, അതാണ് വളരെ പ്രധാനം. കുടുംബങ്ങൾ വളരെയധികം ഭാരം അനുഭവിക്കുകയും പൊതുസ്ഥാപനങ്ങൾ മതിയായ പിന്തുണ നൽകുന്നതിൽ പരാജയപ്പെടുകയും ചെയ്ത അവസരത്തിലും യുവജനങ്ങൾ നിരാശരാവുകയും അർത്ഥശൂന്യമായ വാഗ്ദാനങ്ങളിൽ വശം കെട്ടിരിക്കുന്ന അവസരത്തിലും പ്രായമായവർക്കും ഗുരുതരമായ വൈകല്യമുള്ളവർക്കും തങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നുമ്പോഴും, നോക്കിക്കേ, പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിൽ എന്തു ചെയ്യണം? മെത്രാൻ അവർക്ക് സമീപസ്ഥനായിരിക്കണം. അതാണ് പ്രധാനം. വിഷമിക്കുന്ന ആളുകളുടെ അടുത്തുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് വ്യക്തിപരമായൊക്കെ നമ്മുടെ സാഹചര്യത്തിൽ ഇന്നൊരു മെത്രാന് സാധിച്ചില്ലെങ്കിലും ആ കൂട്ടരെക്കുറിച്ചുള്ള ഓരോ ഗണത്തെക്കുറിച്ചുമുള്ള ചിന്തയാൽ അദ്ദേഹം നയിക്കപ്പെടണം. അവരെ ദർശിക്കണം, അവരെ സ്പർശിക്കണം, അവരെ കാണണം, അവരോട് സംസാരിക്കണം എന്നതാണ് ഇതിൻ്റെ അർത്ഥം. എളുപ്പമുള്ള പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടല്ല ഇത് ചെയ്യേണ്ടത്, മറിച്ച് സുവിശേഷത്തെ ലാളിത്യത്തോടും ഐക്യദാർഢ്യത്തോടും കൂടി ജീവിക്കുന്ന സമൂഹങ്ങളുടെ അനുഭവം വാഗ്ദാനം ചെയ്യണം. അതാണ് പ്രധാനം. ഈ രംഗങ്ങളിലെല്ലാം അദ്ദേഹം ചെയ്യേണ്ടത് അതാണ്. സുവിശേഷത്തെ ലളിതമായും
ഐക്യദാർഢ്യത്തോടും കൂടി ജീവിക്കുന്ന സമൂഹങ്ങൾ നമുക്ക് ചുറ്റും രൂപപ്പെടുത്താനാണ് മെത്രാൻ ശ്രദ്ധിക്കേണ്ടത്. വിശ്വാസവും പ്രത്യാശയും അങ്ങനെ അദ്ദേഹത്തെ അജപാലന ഉപവിയുടെ മനുഷ്യനാക്കും. ഈ വിശ്വാസം, നമ്മൾ പറഞ്ഞ വിശ്വാസവും പ്രത്യാശയും ദൈവിക പുണ്യങ്ങളാണ്. അത് അദ്ദേഹത്തെ അജപാലന ഉപവിയുടെ മനുഷ്യനാക്കുന്നു, സ്നേഹത്തിൻ്റെ മനുഷ്യനാക്കുന്നു. സ്നേഹത്തിൻ്റെ ഉപവിയുടെ അജപാലന രംഗത്തേക്ക് അത് കൊണ്ടുവരണം. മെത്രാൻ്റെ മുഴുവൻ ജീവിതവും അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശുശ്രൂഷയും വൈവിധ്യപൂർണവും ബഹുമുഖവുമാണ് എന്ന് മാർപ്പാപ്പ എടുത്തു പറയുകയാണ്. ഒത്തിരി കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടണമല്ലോ. രൂപതയുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ടവനാണ്. അതിനാൽ വിശുദ്ധ ആഗസ്തീനോസ് അമോറിസ് ഒഫീഷ്യം എന്ന വിളിക്കുന്ന ഐക്യം അതിൽ കണ്ടെത്തുന്നു. ഇവിടെ അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര ജീവിതം പ്രത്യക്ഷമാവുകയും അത് പരമോന്നത രൂപത്തിൽ തിളങ്ങുകയും ചെയ്യുന്നു. പ്രഘോഷിക്കുകയോ സമൂഹങ്ങൾ സന്ദർശിക്കുകയോ പുരോഹിതന്മാരെയും ഡീക്കന്മാരെയും ശ്രവിക്കുകയോ ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്യുന്നവയെല്ലാം ഇടയനായ ക്രിസ്തുവിൻ്റെ ഉപവിയാൽ പ്രചോദിതവും ആയിരിക്കണമെന്ന് തറപ്പിച്ച് മാർപ്പാപ്പ പറയുകയാണ്. അതാണ് അദ്ദേഹത്തെ നയിക്കേണ്ടത്. അനുദിനമുള്ള ബലി അർപ്പിക്കലും പ്രാർത്ഥനയും മൂലം, അതുകൊണ്ട് ബലിയർപ്പണവും പ്രാർത്ഥനയും മൂലം ലഭിക്കുന്ന ദൈവകൃപയുടെ സഹായത്താൽ തൻ്റെ മെത്രാന്മാരോടും വിരമിച്ച മെത്രാനോടും, ഇപ്പോൾ ഒരു വലിയ രൂപതകളിലൊക്കെ പല മെത്രാന്മാരുണ്ട്, യൂറോപ്പിലൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ മെത്രാന്മാരോട്, ഇവിടെയൊക്കെ സഹായ മെത്രാന്മാരുള്ള രൂപതകളുണ്ട്, അവരോടും എന്താണ് ചെയ്യേണ്ടത്? മെത്രാൻ അയൽ രൂപതകളിലെ മെത്രാന്മാരോടും പുരോഹിതരോടും ഏറ്റവും അടുത്ത സഹകാരികളോടും പ്രത്യേകിച്ചും വൈഷമ്യങ്ങളിലോ രോഗങ്ങളിലോ ആയിരിക്കുമ്പോൾ സഹോദര സ്നേഹത്തിൻ്റെ മാതൃക പ്രകടമാക്കാൻ മെത്രാൻ കടപ്പെട്ടവനാണ്. എല്ലാ രംഗങ്ങളിലും ഒരു സഹോദരനെ പോലെ മറ്റുള്ളവർക്ക് സഹായം കൊടുക്കുന്ന, സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാകണം. എല്ലാവരോടും അദ്ദേഹത്തിൻ്റെ ഹൃദയം തുറന്നതും ഓപ്പണായിരിക്കണം, സ്വാഗതം ചെയ്യുന്നതുമാണ്. അദ്ദേഹത്തിൻ്റെ വീടും മെത്രാൻ താമസിക്കുന്ന ഭവനം, ബിഷപ്സ് ഹൗസ്, അതും അതുപോലെ തന്നെ ആയിരിക്കണമെന്ന് മാർപ്പാപ്പ ഉത്ബോധിപ്പിക്കുകയാണ്. പ്രിയ സഹോദരർ, ഇതാണ് ഒരു മെത്രാൻ്റെ ജീവിതത്തിൻ്റെ ദൈവശാസ്ത്രപരമായ കാതൽ, ദൈവികമായ ഒരു കാതൽ. അതാണ് ഈ വശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആത്മാവിനാൽ എപ്പോഴും ഉണർത്തപ്പെടുകയാണ്, പരിശുദ്ധാത്മാവിനാൽ ഉണർത്തപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അജപാലന വിവേകം, ദാരിദ്ര്യം, പൂർണ്ണ ഇന്ദ്രിയ നിഗ്രഹം പാലിച്ചുകൊണ്ടുള്ള ബ്രഹ്മചര്യം, മാനുഷിക പുണ്യങ്ങൾ തുടങ്ങി ഒട്ടനവധി അവശ്യ പുണ്യങ്ങളും അതിനോട് കൂട്ടിച്ചേർക്കാൻ സാധിക്കണമെന്നും മാർപ്പാപ്പ പറയുകയാണ്. ഒരു മെത്രാൻ ജീവിക്കേണ്ട കാര്യങ്ങളാണ് ഇവയെല്ലാം. മെത്രാൻ എന്ന നിലയിൽ അദ്ദേഹം പൂർണ്ണമായ ഇന്ദ്രിയ നിഗ്രഹം വേണം, ദാരിദ്ര്യ അരൂപി വേണം, അതോടൊപ്പം തന്നെ വിവേകത്തോടെ അജപാലന ശുശ്രൂഷ നിർവഹിക്കണം, മാനുഷിക പുണ്യങ്ങളുള്ളവനായിരിക്കണം, ബ്രഹ്മചര്യം, കന്യാവ്രതം ജീവിക്കുന്നവനായിരിക്കണം. ഇതെല്ലാം ഇതിൽ പെടും ദൈവികമായ ഒരു കാഴ്ചപ്പാടിൽ. മെത്രാൻ്റെ തീരുമാനങ്ങളിലും ഭരണത്തിലും വിശ്വാസികളുമായും അവരുടെ സംഘടനകളുമായുള്ള ബന്ധത്തിലും വിവേകം വേണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. വിവേകത്തിൻ്റെ വ്യക്തമായ അടയാളം അദ്ദേഹം നടത്തുന്ന സംവാദങ്ങളുടെ ശൈലിയും രീതിയുമാണ്. അതാണ് പ്രധാനപ്പെട്ട സംവാദങ്ങളിൽ, ചർച്ചകളിൽ അവൻ്റെ അദ്ദേഹത്തിൻ്റെ ശൈലിയായി തീരണം. അജപാലന വിവേകം അത് ഒരു വലിയ പുണ്യമാണ്, നമുക്ക് ഉണ്ടാകേണ്ടതാണ്. മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലും പങ്കാളിത്ത സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവിയിലും മറ്റു വാക്കുകളിൽ തൻ്റെ വ്യക്തിസഭയുടെ സിനഡാലിറ്റിയുടെ മേൽനോട്ടത്തിലും സഭയുടെ ജീവിതത്തിൻ്റെ ഒരു മാനമായി
സിനഡാലിറ്റിയെ കഴിഞ്ഞ കൊല്ലം ചർച്ച ചെയ്തൊരു വിഷയമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അതേപ്പറ്റിയാണ് പറയുന്നത്. സിനഡാലിറ്റി എല്ലാവരും കൂടി ഒന്നിച്ച് നടക്കുന്ന അവസ്ഥയാണ് സിനഡാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെയെല്ലാം ബോധവാന്മാരായി പ്രവർത്തിക്കണമെന്ന് പരിശുദ്ധ പിതാവ് മെത്രാനോട് ആവശ്യപ്പെടുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കാര്യത്തിൽ കൂടുതൽ ഊന്നൽ കൊടുത്ത കാര്യം സൂചിപ്പിക്കുകയും ചെയ്യുകയാണ്. കർത്താവായ യേശുവിന് സാക്ഷ്യം വഹിക്കാൻ മെത്രാൻ സുവിശേഷ ദാരിദ്ര്യവും ജീവിക്കണമെന്ന് ശക്തമായി പറയുകയാണ്. ഇത് ലോകത്തിന് കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ ആഡംബരങ്ങൾക്കും പ്രൗഢിക്കും വേണ്ടി ലോകം നീങ്ങുമ്പോൾ, മനുഷ്യർ നീങ്ങുമ്പോൾ, ഒരു കർത്താവ് ജീവിച്ച് കാണിച്ച ഫ്രാൻസിസ് അസീസി വ്യക്തമാക്കി പഠിപ്പിച്ച ഒരു ദാരിദ്ര്യ അരൂപി നമുക്കുണ്ടാകണമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ ലളിതവും ശാന്തവും ഉദാരവുമായ ജീവിതശൈലി അന്തസ്സുറ്റതും അതേസമയം തൻ്റെ ഭൂരിഭാഗം ജനതയുടെയും അവസ്ഥകൾക്ക് അനുയോജ്യമാം വിധവും ആയിരിക്കണമെന്ന് മാർപ്പാപ്പ എടുത്തു പറയുകയാണ്. ദരിദ്രൻ അവനിലൊരു പിതാവിനെയും മെത്രാനിലൊരു പിതാവിനെയും സഹോദരനെയും കണ്ടെത്തണം. ദരിദ്രർ അവർക്ക് പ്രത്യേകമുള്ള ഒരു അഭയകേന്ദ്രമാകണം. അദ്ദേഹത്തെ കാണുന്നതിലോ ജനത്തിലേക്ക് അദ്ദേഹത്തെ കാണുന്നതിലോ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിലോ ഒരിക്കലും അസ്വസ്ഥത അനുഭവപ്പെടരുത് എന്ന് പറയുകയാണ്. ദരിദ്രർക്ക് അദ്ദേഹത്തെ സമീപിക്കാൻ കഴിയണം, സമീപസ്ഥനാകണം. തൻ്റെ വ്യക്തി ജീവിതത്തിൽ സമ്പത്തിന് പിന്നാലെ പോകുന്നതിൽ നിന്നും അല്ലെങ്കിൽ പണത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തരം പക്ഷപാതം കാണിക്കുന്നതിൽ നിന്നും അദ്ദേഹം അകന്നു നിൽക്കണമെന്ന് ശക്തമായി മാർപ്പാപ്പ പറയുകയാണ്. യേശുവിനെ പോലെ താനും ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം മെത്രാൻ ഒരിക്കലും മറക്കരുത്. ഭൗതിക ദാരിദ്ര്യത്തോടൊപ്പം മെത്രാൻ്റെ ജീവിതവും ദാരിദ്ര്യത്തിൻ്റെ ഒരു പ്രത്യക്ഷ ഭാവത്താൽ മുദ്രമാക്കപ്പെട്ടിരിക്കുന്നു ആയിരിക്കേണ്ടതാണ് എന്ന് മാർപ്പാപ്പ വീണ്ടും പറയുന്നു. അത് സ്വർഗരാജ്യത്തിനു വേണ്ടിയുള്ള ബ്രഹ്മചര്യവും കന്യാത്വവുമാണ് എന്നും മാർപ്പാപ്പ പറയുകയാണ്. ഇവിടെ തീർത്തും ഒരു ബ്രഹ്മചര്യനായി ജീവിക്കുക എന്നതല്ല കാര്യം. ഹൃദയത്തിലും പ്രകൃതത്തിലും ബ്രഹ്മചര്യം പാലിച്ച് ക്രൈസ്തവ ശിഷ്യത്വത്തിൻ്റെ ജീവിതം നയിക്കുകയും അതുപോലെ എല്ലാവർക്കും മുമ്പിൽ സഭയുടെ തലവൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധവും പവിത്രവുമായ ആധികാരിക പ്രതിച്ഛായ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതുകൂടെയാണ് മെത്രാൻ്റെ വലിയ കടമ, ഉത്തരവാദിത്വം, ദൗത്യം. ഉതപ്പിനുതകുന്ന എല്ലാത്തരം ദുരുപയോഗങ്ങളുടെയും സാഹചര്യങ്ങളുടെയും പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്തവരുടെയും കാര്യത്തിൽ നിലവിലുള്ള നിയമങ്ങൾ പൂർണ്ണമായി ആദരിച്ചുകൊണ്ട് ഉറച്ചതും നിർണായകവുമായ തീരുമാനമെടുക്കാൻ മെത്രാന് കഴിയണം. തിന്മയുടെ സാഹചര്യത്തിലാണിത് പറയുന്നത്. അവിടെ ഉറച്ച തീരുമാനം നന്മയ്ക്ക് വേണ്ടി എടുക്കണം. കൗൺസിൽ പിതാക്കന്മാർ സൂചിപ്പിച്ച കാര്യം മാർപ്പാപ്പ ഇവിടെ ഓർക്കുകയാണ്. അതിൽ പറയുന്നു, മാനുഷിക ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ മെത്രാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അത് തൻ്റെ ശുശ്രൂഷയിലും മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലും അദ്ദേഹത്തിന് വളരെ സഹായകമാണ്. മാനുഷിക പുണ്യങ്ങൾ, മനുഷിക പുണ്യങ്ങളിലൂടെ നമ്മുടെ വിശുദ്ധി നമുക്ക് ലോകത്ത് അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നീതി, ആത്മാർത്ഥത, മഹത്വം, മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും തുറവ്, ആനന്ദിക്കുന്നവരോടൊപ്പം ആനന്ദിക്കാനും കഷ്ടപ്പെടുന്നവരോടൊപ്പം കഷ്ടപ്പെടാനുമുള്ള കഴിവ്, ആത്മനിയന്ത്രണം, ലാളിത്യം, ക്ഷമ, വിവേകം, കേൾക്കുന്നതിനും സംവാദത്തിൽ ഏർപ്പെടുന്നതിനുമുള്ള വലിയ തുറവി, സേവന സന്നദ്ധത എന്നിവയെല്ലാം മാനുഷിക പുണ്യങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യമായി മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. മെത്രാൻ്റെ ഭാഗത്ത് വരേണ്ടതാണ്. ഇതെല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് മെത്രാന് വലിയ ഒരു ഉത്തരവാദിത്വം സഭയിൽ നിർവഹിക്കുന്നത്. സുവിശേഷങ്ങൾ നമ്മൾ വായിച്ചാൽ, പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ വായിച്ചാൽ, തിമോത്തിക്ക് എഴുതുന്ന ലേഖനങ്ങൾ വായിച്ചാൽ മെത്രാന്മാർക്ക് കൊടുക്കുന്ന ആ ഉപദേശത്തിൻ്റെ ഒരു ചുവട് പിടിച്ചാണ് മാർപ്പാപ്പ ഇവിടെയും അവതരിപ്പിച്ചിരിക്കുന്നത്. എപ്പിസോഡ് അവസാനിക്കാൻ സമയമായി.
മെത്രാന്മാർ എത്രമാത്രം ഉത്തരവാദിത്വത്തോടെ ആണ് തങ്ങളുടെ ദൗത്യം നിർവഹിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രസംഗമാണ് മാർപ്പാപ്പ നടത്തിയിരിക്കുന്നത്. അത് ഏറെ അനുഗ്രഹപ്രദമാകുന്ന കാര്യമാണ്, ലോകത്തിന് ഏറെ വെളിച്ചമാകുന്ന കാര്യവുമാണ്. അടുത്ത എപ്പിസോഡിൽ പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു സന്ദേശം കേൾക്കാൻ നമുക്ക് ദൈവം ഇടയാക്കട്ടെ. പരസ്പരം പ്രാർത്ഥിക്കാം.